ബ്യൂട്ടീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീരാക്ഷിയ. ഞാൻ മീനാക്ഷി. ഞാൻ ലക്ഷ്മി. ഞാൻ സേതുലക്ഷ്മി. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ മാത്രമല്ല കുക്കിംഗ് കം ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എന്താണ് ഉണ്ടാക്കിയെന്നും എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമാണെന്നും പരിചയപ്പെടാം. ഒപ്പം നമ്മൾക്കൊരു ഗസ്റ്റും ഉണ്ട്. അത് ആരാണെന്നും നോക്കാം. നമ്മൾ ഉണക്കക്കപ്പ കൊണ്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് പച്ചക്കപ്പ ആവശ്യമാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ ഉണക്കക്കപ്പ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ 1 കിലോ പച്ചക്കപ്പ വാങ്ങിച്ചു. അത് ചെറുതായി അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ഉണക്കക്കപ്പ എടുത്തത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാം. നമ്മൾ ഒടിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് ഒടിഞ്ഞു കിട്ടണം. ഇങ്ങനെ ഒടിഞ്ഞു വന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് പരുവാകത്തുള്ളൂ. റെഡി ആയിട്ടുണ്ട്. ഈ കപ്പയിൽ ഇടാൻ നമുക്ക് കുറച്ച് കക്കയിറച്ചിയോ മുരിങ്ങയിറച്ചിയോ കല്ലുമ്മേക്കായോ ആവശ്യമാണ്. അപ്പം ഇത് വാങ്ങാനുള്ള യാത്രയാണ് ഇനിയുള്ളത്. ഇത് വാങ്ങാനായിട്ട് നമ്മൾ കാവനാട് മാർക്കറ്റിലാണ് പോകുന്നത്. ഈ കാവനാട് മാർക്കറ്റിൽ പോകാൻ ഞാൻ പുതിയ ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. പുതിയ ബൈപ്പാസിൽ പോകുമ്പോൾ എന്തെല്ലാം കാഴ്ചകൾ കാണാമെന്ന് നമുക്ക് നോക്കാം. പണ്ടൊക്കെ ആർക്കെങ്കിലും കൊട്ടയിൽ നിന്നും കാവനാട് പോകണമെങ്കിൽ നമ്മൾ വളരെ കറങ്ങി ചിന്നക്കട സ്റ്റാൻഡ് വഴിയൊക്കെ പോകണം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഈ ബൈപ്പാസ് വന്നതോടെ യാത്ര വളരെ സുഖമായിട്ടുണ്ട്. ഒരൊറ്റ റോഡാണ്. ഈ ബൈപ്പാസ് കൊട്ടിയത്ത് നിന്ന് കുറച്ചും കൂടി വരുമ്പോൾ ആ സ്റ്റോപ്പിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. എനിക്ക് തോന്നുന്നു 1-2 കിലോമീറ്റർ വരുമ്പം റൈറ്റിലേക്കൊരു വഴിയുണ്ട്. അതിൽ വന്നാൽ മതി. അതിൽ വന്നിട്ട് നമ്മൾ കല്ലുംതാഴി കയറും. കല്ലുംതാഴിന് നേരെ കാവനാട്. അപ്പം യാത്ര വളരെ എളുപ്പമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പം ദീർഘദൂരം യാത്ര ചെയ്യുന്നവർക്ക് റോഡിൻ്റെ ആ ഒരു യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളാണ്. ആകാശം കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം ആകാശം കാണാൻ. പിന്നീട് നമ്മൾ പോകുന്ന വഴിക്ക് അഷ്ടമുടി കായലിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം വഴിയരിയിൽ മത്സ്യബന്ധന ബോട്ടുകൾ കാണാം, വള്ളക്കാർ മീൻ പിടിക്കുന്ന കാണാം. ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ എൻജോയ് ചെയ്തായിരുന്നു ഞാനും അമ്മയും മാർക്കറ്റിലേക്ക് പോയത്. ഞങ്ങൾ കണ്ട മനോഹരമായ ആ കാഴ്ചകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായി ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ചെറിയൊരു തുരുത്തും നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ബൈപ്പാസിലൂടെ വന്ന് കാവനാടെത്തി. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുകയാണ്. ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ പോയാൽ മതി നമ്മളുടെ കാവനാട് മാർക്കറ്റ് എത്താൻ. മാർക്കറ്റിനുള്ളിലെ കുറച്ച് കാഴ്ചകൾ കാണാം ആദ്യം. എന്നിട്ടാവട്ടെ നമുക്ക് ആവശ്യമുള്ള കക്കയോ മുരിങ്ങയിറച്ചിയോ ഒക്കെ വാങ്ങുന്നത്. ആദ്യം അക്കാഴ്ചകളിലേക്ക്. കൊഞ്ചും ചാളയും നെത്തോലിയും ഒക്കെ ഉണ്ട്. കൂട്ടത്തിൽ വലിയ പാമ്പ് പോലിരിക്കുന്നൊരു മീനെ കണ്ടു. അതിൻ്റെ പേരാണ് കടിമീൻ. ഞാൻ ഇത് കഴിച്ചിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള മീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് സാക്ഷാൽ മുരിങ്ങയിറച്ചി. ഈ മുരിങ്ങയിറച്ചിയുടെ തോട് വളരെ വലുതാണ്. ഇവർ വീട്ടിൽ നിന്ന് ഇളക്കിയിട്ടാണ് ഇപ്പം കൊണ്ടുവരുന്നത്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇളക്കുന്നത്. പക്ഷേ ഇപ്പോൾ കക്ക നിരോധിച്ചിരിക്കുന്നു. കക്ക വാങ്ങാനായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ കക്ക കിട്ടാൻ യാതൊരു മാർഗ്ഗവുമില്ല. അതുകൊണ്ട് മുരിങ്ങയിറച്ചി വാങ്ങിച്ച് നമുക്ക് സംതൃപ്തിപ്പെടേണ്ടി വന്നു. ഈ മീനിൻ്റെ പേര് എന്താണെന്നറിയാമോ? ഇതാണ് അഴിക. ഇത് കുറേ നേരം ജീവനോടെ ഇരിക്കും അത്രേ. ഈ മീനും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കയ്യിൽ ഞണ്ട് കൂടാതെ കൊഞ്ചും മുരിങ്ങയിറച്ചിയുണ്ട്. നമുക്ക് അടുത്ത മീനുകൾ നോക്കാം. എല്ലാവരുടെ കയ്യിലും കൊഞ്ചും മുരിങ്ങയിറച്ചിയും ഞണ്ടും ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ പോയപ്പോഴാണ് ഒരു ആൻറ്റിയുടെ കയ്യിൽ നല്ല ജീവനുള്ള ഞണ്ട് കണ്ടത്. ആ ഞണ്ടിനെ നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ അമ്മ ഞണ്ടിൻ്റെ വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് വിലയാണെന്നറിയാമോ? ഈ 5 ഞണ്ടിൻ്റെ വില 450 രൂപ. അവൻ്റെ വില കേട്ടിട്ടായിരിക്കാം ഞണ്ട് ഓടാൻ തുടങ്ങിയത്. വേറൊരാളെ പരിചയപ്പെടുത്താം. നമുക്ക് പലർക്കും അബദ്ധം പറ്റും. ഇവനെ കണ്ടാൽ തോന്നും ഇവൻ കരിമീനാണെന്ന്. എന്നാൽ ഇവൻ കരിമീനല്ല, ഇവനാണ് സിലോപ്പിയ. ഇനി നമ്മൾ കാണാൻ പോകുന്ന മീനാണ് ചെമ്പല്ലി. ഇത് വലുതൊരെണ്ണം എടുത്താൽ 800 രൂപ, ചെറുത് 3 എണ്ണം എടുത്താൽ 800 രൂപ. ഇതും ഞങ്ങൾ വാങ്ങിയില്ല.
മീനാക്ഷിക്കാണെങ്കിൽ കക്ക ഭയങ്കര ഇഷ്ടം. കക്ക അന്വേഷിച്ച് ഞങ്ങൾ കടവൂരുള്ള ഫിഷ് സ്റ്റോളിലെത്തി. അവിടെ ഏതെല്ലാം മീനുകളാണെന്ന് നോക്കാം. കടവൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് കടവൂർ പള്ളിയും കടവൂർ ശിവക്ഷേത്രവും. ഇപ്പോൾ നമ്മൾ കടവൂർ പള്ളിയുടെ മുന്നിലാണുള്ളത്. കാരണം പള്ളിയുടെ മുന്നിലാണ് നമ്മളുടെ ഫിഷ് സ്റ്റോൾ. നമുക്ക് പള്ളിയുടെ ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. പള്ളിയുടെ പുറകിലൂടെ നടന്നാൽ നമുക്ക് വള്ളക്കടവിലെത്താം. അപ്പം കടവൂർ പള്ളിക്കായി ഒരു വള്ളക്കടവുണ്ട്. ആ വള്ളക്കടവിലേക്കാണ് എൻ്റെ യാത്ര. ഒന്ന് ചെറിയ ഗേറ്റ് വള്ളക്കടവിലേക്കുള്ളതാണ്. ഈ ഗേറ്റ് തുറക്കുമ്പോൾ കുറച്ച് കൽപ്പടവുകൾ കാണാം. അതിലൂടെ താഴേക്ക് ഇറങ്ങി നമുക്ക് വള്ളക്കടവിലെത്താം. അക്കരയ്ക്ക് പോകാൻ വള്ളം കാത്ത് കുറച്ച് പേരിപ്പുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം. അവർക്ക് പോകാനുള്ള വള്ളം കാത്താണ് അവർ കടവിലിരിക്കുന്നത്. വള്ളം വരാൻ സമയമായിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് യാത്ര അയക്കാം. കായൽ ഭംഗി ആസ്വദിച്ച് വള്ളത്തിലൂടെയുള്ള അവരുടെ യാത്ര എത്ര മനോഹരമായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ കൂടിയാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ പരിചയപ്പെടാം. ഇത് ഏകദേശം 1 കിലോ കപ്പയുണ്ട്. ഈ കപ്പ നന്നായിട്ട് കഴുകിയെടുക്കണം. കാര്യം കപ്പയിൽ കട്ടുണ്ട്. ഇത് കഴുകി നമുക്ക് എടുത്തു വെക്കാം. ഞാനിപ്പോൾ ഒരു 4 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഈ കഴുകിയെടുത്ത കപ്പ നമുക്ക് അടുപ്പിൽ വെള്ളം വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടതില്ല. നന്നായിട്ട് വെന്ത് വന്ന ശേഷം മാത്രം ഉപ്പിടാം. കിടന്ന് വേകട്ടെ. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. കറിയിൽ ചേർക്കാൻ ആവശ്യമുള്ള തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി. ഇത് റോസ്റ്റിന് ആവശ്യമുള്ള ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില പേസ്റ്റ്, വെളുത്തുള്ളി. നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് വറുക്കാം. കടുക് വറുത്ത ശേഷം അതിലേക്ക് ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇപ്പോൾ വഴണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു കുഞ്ഞു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത പൊടിവകകളുടെ പച്ചമണം മാറിയ ശേഷം വേവിച്ച് വച്ചിരിക്കുന്ന മുരിങ്ങയിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇറച്ചി, കക്ക, ചിപ്പി ഇതൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് വേവാൻ ആവശ്യമുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ട്. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കേണ്ടതില്ല. നന്നായിട്ട് വെള്ളമെല്ലാം ഞെക്കി മാറ്റിയ ശേഷം വേണം
ഇത് നമ്മൾ വേവിക്കാൻ തുടങ്ങേണ്ടത്. ഇപ്പോൾ നമ്മളുടെ മുരിങ്ങയിറച്ചി പാകമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് വേവിച്ച് വച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഈ കപ്പയിൽ അരപ്പരയ്ക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 3 പച്ചമുളകും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിരുന്നു. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഉണക്കക്കപ്പ മുരിങ്ങയിറച്ചി കൂട്ട് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല മണമുണ്ട്. ഇനി നമുക്കിതൊരു വാഴയിലേക്ക് മാറ്റാം. ഇതെന്തിനാണ് വാഴയിലേക്ക് മാറ്റുന്നത് ചോദിച്ചാൽ, നമ്മൾ ഈ ഫുഡ് ഒരു ഷെഫിന് കൊടുക്കുകയാണ്. വെറും ഷെഫല്ല, ദി മാസ്റ്റർ ഷെഫ് പിള്ളെ. ഫേസ്ബുക്കിലൊക്കെ ഏകദേശം 2 മില്യൺ ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ ഡിഷ് കൊടുക്കുന്നത്. അമ്മ ആൻഡ് കുട്ടീസ് വ്ളോഗ്സിൻ്റെ സ്നേഹോപകാരം അദ്ദേഹത്തിന് നൽകാനായി നമ്മൾ പോകുന്നു റാവിസിലേക്ക്. കടവൂർ പള്ളിയുടെ അടുത്ത് നിന്നും ഏകദേശം 50 മീറ്റർ പോകുമ്പോൾ ഇടത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി കയറി ചെല്ലുന്നതാണ് ദി റാവിസ്, ദേവിപ്പിള്ളയുടെ സ്വന്തം റാവിസ്. ഇനി നമുക്ക് ഷെഫിനെ കാണുന്നതിന് മുമ്പ് റാവിസിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇപ്പോൾ COVID-19 പ്രമാണിച്ച് സാനിറ്റൈസ് ചെയ്യാനായി പ്രത്യേക സൗകര്യങ്ങൾ റാവിസിൽ ഒരുക്കിയിട്ടുണ്ട്. ബ്രേക്ക് ദ ചെയിൻ. ഈ കവാടത്തിലൂടെ നമ്മുടെ ഷെഫിനെ കാണാൻ അകത്തേക്ക് പോകാം. ഞങ്ങൾ ഷെഫിനെ പ്രതീക്ഷിച്ച് അവിടെ ഒരിടത്തിരുന്നു. വൈകാതെ തന്നെ ഷെഫ് ഞങ്ങളുടെ അടുത്തെത്തി. ഇനിയാണ് ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഞങ്ങളുടെ സ്നേഹോപഹാരം ഷെഫിലേക്ക്. താങ്ക് യു അമ്മ ആൻഡ് കുട്ടി വ്ളോഗ്. ഇതിപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. ഞാൻ ഒത്തിരി ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഡിഷ് ഇല്ല. അപ്പോൾ ഈ ഒരു ഉണക്കക്കപ്പയും മുരിങ്ങയിറച്ചി അല്ലെ കക്കയിറച്ചി കല്ലുമ്മയൊക്കെ വെച്ചുണ്ടാക്കുന്നത്, അപ്പം ഈ റെസിപ്പി എല്ലാവരും കാണിക്കുമെന്ന് അറിയുന്നു. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ എന്തായാലും ഇന്ന് ഭയങ്കര സന്തോഷമായിട്ട് കഴിക്കാൻ പോകണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ ഷെഫ് പിള്ളയാണ്. അമ്മ ആൻഡ് കുട്ടീസ് വ്ളോഗിലെ സേതുലക്ഷ്മി ഇവിടെ എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. അത് കൂടാണ്ട് ഒരു അടിപൊളി ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് തന്നു. അത് ഉണക്കക്കപ്പയും മുരിങ്ങയിറച്ചിയാണ്. പഴയ കാലത്ത് കൊല്ലത്തൊക്കെ കക്കയിറച്ചിയും ഉണക്കക്കപ്പയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ പറ്റി. താങ്ക് യു. അപ്പം ഇവരുടെ വ്ളോഗിലൂടെ ഒരുപാട് ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അത് കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഇവിടെ വന്ന് കണ്ടതിൽ വളരെയധികം സന്തോഷം. ഒരുപാട് ആശംസകൾ നേരുകയാണ്.
അപ്പോൾ ഈ ഒരു വ്ലോഗ് നല്ലൊരു വിജയമായി തീരട്ടെ. നല്ല നല്ല ഭക്ഷണങ്ങൾ എല്ലാവരെയും ആരും കാണാത്തതുമല്ല ഈ പഴയകാല മുത്തശ്ശിമാരുടെയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണങ്ങളുടെ രുചികൾ നാട് മൊത്തം അറിയട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് വരട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.